ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ യൂബർ വിളിച്ച് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയുമോ? നാട്ടിൽ പോവാണ് ഗൈസ്, നാട്ടിൽ പോവുക. അതാണ് കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് കോഴിക്കോടിലേക്ക് പോകുമ്പോഴേക്ക്. അങ്ങനെ എയർപോർട്ടിൽ കയറി അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ബേസിക്കലായിട്ട് വൈകൂടെ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ എയർപോർട്ടിൽ കയറിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറുന്ന അവിടെ എത്താൻ ഫ്ലൈറ്റ് കയറുകയാണ് ഗൈസ്. എങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇനി കോഴിക്കോട് എത്തണം എന്നാണ്. പിന്നെന്താ 13-നാണ് പ്ലെയിന് എടുക്കുക. ഇതാണ് പ്ലെയിനിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ബാക്കി കോഴിക്കോട് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഇടാം. ഈ ചെറിയ ചെറിയ ലൈറ്റുകൾ നിങ്ങൾ കാണുന്നില്ലേ? അതാണ് കോഴിക്കോട് എത്തുന്ന കുറച്ച് കാഴ്ചകളാണ്. കോഴിക്കോട് എയർപോർട്ടിലെത്തി അച്ഛനെ വെയിറ്റിംഗ് ആണ്. എങ്ങനെ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഒരു സമാധാനം, സന്തോഷം എന്നൊക്കെ പറയുന്നത് അമ്മൊരു അവസ്ഥയാണ് കോഴിക്കോട് വീട്ടിലെത്തിയപ്പോൾ. ആക്ച്വലി ഞാൻ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് വീടെടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നല്ല മഴയായിരുന്നു, ഒന്നും കേൾക്കില്ല. അവിടെ ഇവിടെ ആൾക്കാർ ശബ്ദങ്ങളുണ്ട്, ഒന്നും കേൾക്കില്ല. എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതാണ് ഞാൻ വിചാരിച്ച് വീട്ടിൽ വന്ന് വീടെടുക്കാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പിന്നെന്താ, ബാക്കിത്തെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, അത് വീട്ടിലെത്തിയുള്ള ഈ കുഴപ്പങ്ങളാണ്. വേറെന്താ, അതൊക്കെ തന്നെ. കുറച്ച് വീഡിയോ എടുക്കാൻ ടൈമില്ലായിരുന്നു. ഒന്നാമത് എയർപോർട്ടിലായിരുന്നു. എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ലേറ്റായിട്ട് വരും. പിന്നെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. ആദ്യമായിട്ട് ബിഗിനറാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ വ്ളോഗർ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ്. പിന്നെ എയർപോർട്ടിലായിരുന്നല്ലോ, അപ്പോൾ എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. അതാണ് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിൽ കയറാമെന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് അങ്ങനെ ഇതെടുക്കാൻ പറ്റാത്ത ടൈമില്ലായിരുന്നു. അതാണ് ലേറ്റായിട്ടായിരുന്നു ഊബർ കിട്ടിയത്. 4:30 ഊബർ കിട്ടിയത്. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ 6 മണിക്ക് അവിടെ കയറണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്നായിരുന്നു എല്ലാം. പെട്ടെന്ന് അവിടെ എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളൊരു ഐഡിയ മാത്രമേ എനിക്കില്ല. അതാണ് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ഡിലേ ആയിപ്പോയത്. ഒന്നും വിചാരിക്കരുത്. അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. അടുത്ത വീഡിയോ ഞാനത് അതേപോലെ അടിപൊളിയാക്കാൻ നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ബിഗിനറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് എക്സ്പീരിയൻസ് വ്ളോഗറൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ എടുക്കുന്നതാണ് എൻ്റെ ഓരോ വ്ളോഗും ഷോർട്സും എല്ലാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ പറയുക. പിന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ മീൻസ് വ്ളോഗ് എടുക്കുന്നതിൽ എന്തെങ്കിലും ടിപ്സോ ഐഡിയാസോ ഇങ്ങനെ എടുത്താൽ നല്ലതായിരിക്കും, അങ്ങനെ എടുത്താൽ നല്ലതായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ബിക്കോസ് ഞാൻ ബിഗിനറാണല്ലോ. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ അടിപൊളിയാക്കിക്കാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവുകളോ കമൻറ്റോ ഉണ്ടെങ്കിൽ പറയുക. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ വ്ളോഗ് എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടിപൊളിയാക്കാം. അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നേരം ബൈ ഗൈസ്, ലവ് യു ഗൈസ്.